സ്വാഗതം. സായന്ന ടാരോ കാർഡ് റീഡിലേക്ക് ഹാർദമായി സ്വാഗതം. ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇന്ന് ഏഞ്ചൽസിനോട് താങ്കൾക്ക് വേണ്ടി ചോദിക്കുന്ന ഒരു ആത്മപരിശോധന നടത്താനും എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പുറത്തു വരാൻ പറ്റുക എന്നുള്ളതാണ്. അതിനുവേണ്ടി 4 കാർഡുകളാണ് ചോദിക്കുന്നത്. താങ്കളുടെ ജീവിതത്തിൻ്റെ ഏത് യാത്രയിലാണ് താങ്കൾ ഇപ്പോൾ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. 2, ഇപ്പോൾ താങ്കളുടെ എന്ത് ശക്തിയാണ് താങ്കളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, എന്ത് വെല്ലുവിളിയാണ് ഉടനെ തന്നെ നേരിടാൻ പോകുന്നത്, എങ്ങനെ നമുക്കിതിൽ നിന്നും പുറത്ത് കടക്കാം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ എന്ത് കാർഡുകളാണ് വരുന്നത് നോക്കി നമുക്ക് പറയാം. ആദ്യത്തെ കാർഡ് ഞാൻ ചോദിച്ചത് താങ്കളുടെ ജീവിതയാത്രയിൽ താങ്കൾ ഇപ്പോൾ എവിടെയാണ് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് ചാരിയറ്റ് എന്ന് പറയുന്ന കാർഡാണ്. ചാരിയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും, ഇതിൽ 2 സ്പിങ്സ് ഇരിക്കുന്നുണ്ട്. ഇതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ഒരാളെയാണ് കാണുന്നത്. ഈ കാർഡാണ് വരുന്നതെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമുക്കൊരു ദിശാബോധം കിട്ടുന്നില്ല. എവിടേക്കാണ് പോകേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്. നമുക്ക് എത്ര പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിലും ഈ 2 ധ്രുവങ്ങളിലേക്ക് പോകുന്ന 2 സ്പിങ്സ്, 2 കുതിരകളാണ് 2 ഭാഗത്തേക്ക് പോകാൻ നോക്കുന്നു. ഇതിനെ രണ്ടും നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഒരു പക്ഷേ അത് വർക്ക് ലൈഫ് ബാലൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ മനസ്സമാധാനവും അല്ലെങ്കിൽ സാമ്പത്തികമായിരിക്കാം. എന്തോ 2 കാര്യങ്ങൾ 2 ദിശയിലേക്ക് നമ്മളെ വലിക്കുമ്പോൾ നമ്മളതിനിടയിൽ പെട്ട് ഒരു വടംവലിയുടെ നടുക്ക് നിൽക്കുന്ന ഒരാളെ പോലെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുന്ന കയറ് പോലെയാണ് ഇപ്പോൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് താങ്കളിപ്പോൾ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നം. ഇതൊരു മേജർ ആർക്കാന കാർഡാണ്. എന്ത് ശക്തിയാണ് താങ്കളിപ്പോൾ സംരക്ഷിച്ചു കൊണ്ടുപോയെന്ന് വെച്ചപ്പോൾ 10 ഓഫ് സോർഡ്സ് എന്ന് പറയുന്ന കാർഡാണ്. 10 ഓഫ് സോർഡ്സ് എന്ന് പറഞ്ഞാൽ നിനക്കറിയാൻ പറ്റും, ഒരുപാട് വാളുകൾ കുത്തിവെച്ചിട്ടുണ്ട്. അതായത് വേദനയെല്ലാം സഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ആമ പോലെ. ആമയല്ല, ശരിക്കും ഇതൊരു പൂച്ച തന്നെയാണ്. അതായത് ഒരുപാട് ഭാരങ്ങൾ കുത്തിവെച്ചാലും ഇനിയും ഒരുപാട് കുത്തിയാലും മുന്നോട്ട് പോകുന്ന ഒരു ശക്തി താങ്കൾക്കുണ്ട് എന്നാണ് പറയുന്നത്. അതാണ് താങ്കളെ പരീക്ഷിക്കുന്നത്. എന്ത് വെല്ലുവിളിയാണ് ഇനി ഒരു ഘട്ടത്തിൽ നമുക്ക് നേരിടാനുള്ളത് നമ്മൾ ചോദിച്ചപ്പോൾ നമുക്ക് ഏസ് ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ്. ഏസ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് നമുക്ക് സ്നേഹം എന്ന് പറയുന്നതിൻ്റെ ഒരു സപ്പോർട്ട് എന്നുള്ളതാണ്. അതായത് പുതിയ സ്നേഹങ്ങൾ അല്ലെങ്കിൽ പുതിയൊരു ഡിവൈൻ ഇത് നമുക്ക് പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന വേഗത്തിൽ വരാൻ ചിലപ്പോൾ സാധ്യതയില്ല. അപ്പോൾ നമുക്കതിൽ വിഷമം തോന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ. കാരണം കപ്പുകൾ എന്ന് പറയുന്ന സ്നേഹമാണ്. സ്നേഹം നമുക്കൊരിക്കലും പിടിച്ചു വാങ്ങാൻ പറ്റില്ലല്ലോ, നമ്മൾക്കത് വരണ്ടേ. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ചാലും ചിലപ്പോൾ നമുക്ക് ആ ഒരു ഇത് ചെറിയ രീതിയിൽ അത് മക്കളുടെ ഭാഗത്തു നിന്നായിരിക്കാം, അല്ലെങ്കിൽ പാർട്ട്ണറുടെ ഭാഗത്തു നിന്നായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ബോസിൻ്റെ ഭാഗത്തു നിന്നായിരിക്കാം. ആര് തന്നെയായാലും നമ്മളുമായിട്ട് ചുറ്റപ്പെട്ട് നിൽക്കുന്നവരിൽ കുറച്ച് സ്നേഹക്കുറവ് ഒരുപക്ഷെ അനുഭവപ്പെട്ടേക്കാം. ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് പുറത്തു കിടക്കാം എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് വെച്ചപ്പോൾ 5 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നൊരു കാർഡാണ് വന്നിട്ടുള്ളത്. 5 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യലായിട്ടുള്ളൊരു കൺസ്ട്രെയിൻ്റെ കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും താങ്കൾക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഫോക്കസ് ചെയ്യാനുള്ളത് ഫിനാൻസും ആരോഗ്യവും തന്നെയാണ്. ഇത് രണ്ടും ഫോക്കസ് ചെയ്തുകൊണ്ട് താങ്കൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു ഇതിൽ നിന്ന് പുറത്തു വരാമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ ഐ വിഷ് യു ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ രാവിലെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.